ഗലാത്യർ അധ്യായം 4. അവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം എല്ലാറ്റിന്റെയും ഉടമസ്ഥനെങ്കിലും അടിമയിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിതാവ് നിശ്ചയിച്ച സമയം വരെയും അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും അധീനതയിലാണ്. അങ്ങനെ തന്നെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അയച്ചു. ന്യായപ്രമാണത്തിന് കീഴിലായിരുന്ന നമ്മെ ഉദ്ധരിച്ച് പുത്രന്മാരായി ദത്തെടുത്ത് അവകാശം നൽകുവാൻ തന്നെ നിങ്ങൾ മക്കളായിരിക്കാൻ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അതിനാൽ നീ ഇനി അടിമയല്ല, പുത്രനാണ്. പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാണ്. മുമ്പ് നിങ്ങൾ ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് വാസ്തവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുകയും വിശേഷിച്ച് ദൈവം നിങ്ങളെ അറിയുകയും ചെയ്തിരിക്കെ നിങ്ങൾ ദുർബലവും വ്യർത്ഥവുമായ പ്രമാണങ്ങളിലേക്ക് പിന്തിരിയുന്നതെങ്ങനെ? വീണ്ടും അവയുടെ അടിമകളാകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിശേഷ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വർഷങ്ങളും നിങ്ങൾ ആചരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ അധ്വാനമെല്ലാം നിഷ്ഫലമായിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരരെ, ഞാൻ നിങ്ങളെപ്പോലെ ആയതിനാൽ നിങ്ങൾ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ ഇടയായത് എന്റെ ദേഹാസ്വാസ്ഥ്യം നിമിത്തമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ അസ്വാസ്ഥ്യം നിങ്ങൾക്കൊരു പരിശോധന ആയിരുന്നെങ്കിലും നിങ്ങൾ എന്നെ വെറുക്കുകയോ നിന്ദിക്കുകയോ ചെയ്തില്ല. പിന്നെയോ ദൈവത്തിന്റെ ഒരു ദൂതനെയോ യേശു ക്രിസ്തുവിനെയോ എന്ന പോലെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഭാഗ്യകരമായ അനുഭവം ഇപ്പോൾ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഇപ്പോൾ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി തീർന്നുവോ? സ്വപക്ഷത്ത് നിങ്ങളെ ചേർക്കുവാനാണ് അവർ ഇത്ര ആവേശം കാട്ടുന്നത്. അത് നന്മയ്ക്കായിട്ടല്ല, നിങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റുവാനും അവർക്ക് വേണ്ടി നിങ്ങൾ ശുഷ്കാന്തി കാട്ടുവാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളപ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലൊരു കാര്യത്തിനു വേണ്ടി ശുഷ്കാന്തി കാണിക്കുന്നത് നല്ലത് തന്നെ. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെയും ഞാൻ വീണ്ടും ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളോടുകൂടെ ആയിരിക്കുവാനും എന്റെ സ്വരം മാറ്റുവാനും കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെക്കുറിച്ച് ഞാൻ അത്രയ്ക്ക് ദുഃഖിതനാണ്. ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ പറയുവിൻ, ന്യായപ്രമാണത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന് ജനിച്ചവൻ, മറ്റവൻ സ്വതന്ത്രയിൽ നിന്ന് ജനിച്ചവൻ. ദാസിയിൽ നിന്നുള്ളവൻ ജഡപ്രകാരവും സ്വതന്ത്രയിൽ നിന്നുള്ളവൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ സാദൃശ്യങ്ങളാണ്. ഈ സ്ത്രീകൾ 2 ഉടമ്പടികളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു ഉടമ്പടി സീനായി മലയിൽ നിന്നുള്ളതും അടിമകളെ പ്രസവിക്കുന്നതുമാണ്. അതാണ് ഹാഗർ. ഹാഗർ അറബി ദേശത്തുള്ള സീനായി മലയെ സൂചിപ്പിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിന് തുല്യം. കാരണം അവൾ തന്റെ മക്കളുമായി അടിമത്തത്തിലാണ് കഴിയുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാണ്. അവൾ തന്നെ നമ്മുടെ അമ്മ. ഹേ പ്രസവിക്കാത്തവളെ, നീ സന്തോഷിക്കുക. ഈറ്റുനോവ് അറിഞ്ഞിട്ടില്ലാത്തവളെ, ആർത്തു ഘോഷിക്കുക. ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ ഏകാകിനിയുടെ മക്കൾ എണ്ണത്തിലധികം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. സഹോദരരെ, നാം ഇസ്ഹാക്കിനെ പോലെ വാഗ്ദാന സന്തതികളാണ്. അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ പീഡിപ്പിച്ചു. ഇന്നും അങ്ങനെ തന്നെ. എന്നാൽ തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം ഒരിക്കലും അവകാശത്തിൽ പങ്കാളിയാകുകയില്ല. അതുകൊണ്ട് സഹോദരരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ.